അവരെ കൊല്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഒരേ രഥത്തിൽ ഇരുന്നിട്ട് ഒരാൾ കരയാൻ. അർജുനന്റെ അവസ്ഥ എന്താണ്? ചുണ്ടു വരളുന്നു, കണ്ണ് നിറഞ്ഞൊഴുകുന്നു, തളർന്നു വീണു പോകുന്നു. ഗാന്ഡീവം എടുത്ത് പൊക്കി പിടിക്കാൻ പോലും പറ്റില്ല. എനിക്ക് കൃഷ്ണ, ഞാൻ പിച്ച തണ്ടിയിട്ടെങ്കിലും ജീവിച്ചോളാം എന്നും പറഞ്ഞ് കരയുന്ന അർജുനൻ. തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ് ഒരാള്, പേര് കൃഷ്ണൻ. അർജുനൻ നോക്കുമ്പോൾ സങ്കടം മാത്രം കാണുന്ന ആ സാഹചര്യത്തിൽ ഭഗവാന് ലവലേശം ദുഃഖം കാണാനില്ല. എന്തെങ്കിലും ദുഃഖം കാണണ്ടേ? വിഷമിക്കാൻ എന്തെങ്കിലും വിഷയം വേണ്ടേ? എന്താ ഭഗവാൻ പറയുന്നേ? അശോച്യാനന്വശോചസ്തവം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. ആരെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അർജുന, നീ അവരെ കുറിച്ച് ദുഃഖിക്കുന്നു. അപ്പോ ഇവിടെ സാഹചര്യം ഒന്ന്, രഥം ഒന്ന്, ഒരേ രഥം ഒരേ സ്ഥലം. ഒരാൾ ചിരിക്കുന്നു, മറ്റാൾ കരയുന്നു. ചിരിക്കുന്ന ആൾക്ക് വിജ്ഞാനമുണ്ട്, കരയുന്ന ആൾക്ക് വിജ്ഞാനമില്ല. ഈ കരയുന്ന ആള് കുറച്ച് കഴിഞ്ഞപ്പം ഈ ചിരിക്കുന്ന ആളെ പോലെ തന്നെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏത് കുഴമ്പിട്ടിട്ടാ അർജുനനെ ഒഴിഞ്ഞത്? തന്നെ മുതൽ കുഴമ്പാണ്, ബലാശോദ്ധാതിയാണോ, കുട്ടിക്കുളങ്ങര എണ്ണയാണോ? തൊട്ടിട്ടില്ല ശരീരം തൊട്ടുവോ? ഒന്നും തൊട്ടില്ല. ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതോടെ ശരീരം തൊടേണ്ട ആവശ്യമില്ല, ദൂരെ നിന്ന് കേട്ടാൽ മതി. കേൾക്കും തോറും, വിജ്ഞാനം വർദ്ധിക്കും തോറും എല്ലാതരം ആശങ്കകളും ഉത്കണ്ഠകളും ഭയവും ഒക്കെ പോയി. അങ്ങനെ ദുഃഖിക്കേണ്ടവനല്ല ഞാൻ, സന്തോഷിച്ചിരിക്കേണ്ടവനാണ്, ആനന്ദിക്കേണ്ടവനാണ് എന്നൊരു ബോധത്തിലേക്ക് അർജുനൻ ഉയരുന്നു. അർജുനൻ അവസാനം എന്താ പറയുന്നേ? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. ഭഗവൻ അങ്ങ് പറഞ്ഞ വാക്ക് ഞാനിതാ അനുസരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന അർജുനൻ ചിന്തിക്കും, ഇവിടെ എന്താ നടന്നത്? വിജ്ഞാനം ഉണ്ടാവുന്നു, ഇത് മാത്രം. അപ്പൊ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ദുഃഖിക്കാൻ ഒന്നുമില്ല. അതാണ് പൂന്താനം പാടുന്നുണ്ട്, എന്തിനാ വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യം? വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ലോകത്തെവിടെയും ആരുണ്ട്? വിഷ്ണു ഭക്തന്മാരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആരെയാ കാണുന്നത്? മറ്റേ പാർട്ടിക്കാരൻ, മറ്റേ മതക്കാരൻ, മറ്റേ രാജ്യക്കാരൻ, ഇങ്ങനെ ഓരോരുത്തരെയാണ്. പൂന്താനം നോക്കുമ്പോൾ ആരെയും കാണൂ? എല്ലാവരും വിഷ്ണു ഭക്തന്മാർ. ഇതാണ് വീക്ഷണത്തിന്റെ വ്യത്യാസം, ഇതാണ് ചിന്തയുടെ വ്യത്യാസം. ഞാൻ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ നിങ്ങളോട് യാതൊരു അന്യതാബോധവും ഇല്ലാണ്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് അന്യതാബോധമില്ലാതെ തന്നെ പെരുമാറാൻ സാധിക്കും, ഒരു സംശയവുമില്ല. അപ്പൊ ഇതിന് വഴി എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ, വിജ്ഞാനം ഉണ്ടാവുക. അത് പറഞ്ഞു. അതാണ് അവിടെ പറയാ, രഘുഗണത്വമഭിഹ്യധ്വനോസ്യ. അധ്വാനം വാക്കിന്റെ അർത്ഥം വഴിനടപ്പ് ആണ്. അധ്വാനം എന്നുള്ള വാക്കിനെ വഴി നടക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഈ വഴി നടക്കുന്നത് പണ്ട് വലിയ അധ്വാനമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അധ്വാനത്തിന് അധ്വാനം എന്ന് പേര് വരാൻ കാര്യം. പറഞ്ഞു വരുന്നത്, ഈ വഴി നടപ്പിൽ അങ്ങേക്ക് ഏറ്റവും നല്ലത് ഈ വാളാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ. അങ്ങനെ കൊടുത്തതോട് കൂടിയിട്ട് രഘുഗണന്റെ കണ്ണ് നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ടേ. ആ രഘുഗണൻ ഇനി എന്ത് പറയുന്നു നോക്കാം. പറഞ്ഞു, നഹ്യത്ഭുതം തുച്ചരണാബ്ജരേണുഭി ഹതം ഹസോ ഭക്തിരഥോക്ഷജേമല മൗഹൂർത്തികാദ്യസ്യ സമാഗമച്ചമേ ദുസ്തർക്കമൂലോപഹതോ വിവേകഃ. എൻ്റെ എല്ലാ ബുദ്ധിമോശങ്ങളും പോയി, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു, എൻ്റെ എല്ലാതരം ആശങ്കകളും നീങ്ങിക്കിട്ടി. അങ്ങയുമായിട്ടുള്ള എത്ര നേരം? മുഹൂർത്ത നേരം, അല്പസമയത്തെ സംഭാഷണം കൊണ്ട് എൻ്റെ സകല പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, മഹാത്മനാം വപ്രചുര സമാഗമ. മഹാത്മാക്കളുമായിട്ടുള്ള സമാഗമം, നല്ല പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം അല്പസമയമെങ്കിലും കാണാൻ കഴിയുന്നത് മഹാഭാഗ്യം എന്ന് പറയാൻ. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ നോക്കൂ, ഇത് പറഞ്ഞാൽ അവസാനിക്കില്ല, അത്രയധികം സന്തോഷമുള്ള വിഷയമാണ്. അല്പം എന്താ പറഞ്ഞത്? ശിക്ഷിക്കും, അടിക്കും, അധികാരമുള്ളവനാണ് ഞാൻ, നീ എന്ത് കരുതി എന്നെ കുറിച്ച് എന്നൊക്കെ ചോദിച്ച ആ രഘുഗണൻ ഇപ്പോഴെന്ത് പറയുന്നു? 23-ാമത്തെ ശ്ലോകം നോക്കൂ. നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യ. ലോകത്തിലുള്ള എല്ലാ ശിശുക്കൾക്കും നമസ്കാരം, ലോകത്തിലുള്ള എല്ലാ യുവാക്കൾക്കും നമസ്കാരം, ലോകത്തിലുള്ള എല്ലാ മുതിർന്നവർക്കും നമസ്കാരം. കാര്യം, ലോകത്ത് പണ്ഡിതന്മാര് ഏത് രൂപത്തിൽ എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയില്ല. മനസ്സിലാവുമോ? ശരീരം നോക്കിയിട്ട് പണ്ഡിതനെ മനസ്സിലാക്കാൻ പറ്റുമോ? നിറം നോക്കിയിട്ട്, ഉയരം നോക്കിയിട്ട് പാണ്ഡിത്യം നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെയാ ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുക? അദ്ദേഹം വാ തുറന്നാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എന്താണെന്ന് മനസ്സിലാവും.
ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാവില്ല എന്നർത്ഥം. പക്ഷെ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ്. എന്താ മനസ്സിലാവുക? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരാൾ അതിലേ ഇങ്ങനെ വന്ന് നെയ്വിളക്ക് സമർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു എന്നിരിക്കട്ടെ. ഒരു പുരുഷൻ വരികയാണ്, അല്ലെ ഒരു സ്ത്രീ വരികയാണ്. ഒറ്റ നോട്ടത്തിൽ എന്ത് മനസ്സിലാവും? സാരിയാണോ ചുരിദാറാണോ എന്ന് മനസ്സിലാവും. ഇനി സാരിയാണോ സാരി കാഞ്ചീപുരാണോ കാമാക്ഷിപുരാണോ എന്ന് മനസ്സിലാവും. മാല മനസ്സിലാവും, കമ്മൽ മനസ്സിലാവും, വള മനസ്സിലാവും. ഒന്നുകൂടി അടുത്ത് പോയി നോക്കിയാൽ റോൾഡ് ഗോൾഡ് ആണോ ശരിക്കുള്ള സ്വർണ്ണം തന്നെയാണോ? ഇതൊക്കെ അല്ലാണ്ട് എന്താ മനസ്സിലാവും? അയാൾ SLC പാസ്സായതാണോ, +2 പാസ്സായിട്ടുണ്ടോ, ഭാഗവതം അറിയാമോ, പറ്റിക്കുമോ, വിശ്വസിക്കാൻ കൊള്ളാമോ, എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയാ, സത്സംഗം. അടുത്തേക്ക് പോണ്ട, ദൂരെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, കേട്ടാ മതി. അടുത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല, ദൂരെ ഇരുന്ന് കേൾക്കാം. നല്ലോണം വിശ്വസിക്കാനാവും എന്ന് കണ്ടാൽ എന്നാലും അടുത്തേക്ക് പോകേണ്ട ആവശ്യം. എന്തിനടുത്തേക്ക് പോകേണ്ട ആവശ്യം? അടുത്തേക്ക് പോകേണ്ട വിഷയമേ ഇല്ല, കേട്ടാൽ മാത്രം മതി. അതുകൊണ്ട് മഹാത്മാക്കളുമായിട്ടുള്ള നോക്കൂ, യേ ബ്രാഹ്മണാഗാം അവധൂതലിംഗാഹ. ലിംഗം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം. ലിംഗം അടയാളം. അപ്പോ അവധൂതനെ പോലെയുള്ള അങ്ങേക്ക് നമസ്കാരം. ആരാ അവധൂതൻ? അവധൂതൻ കേട്ടില്ലേ? എന്താ ഈ അവധൂതൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് പ്രശ്നം. ചിലതൊക്കെ നമുക്ക് അറിയാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ ആരെയും ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. അപ്പൊ അവധൂതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ, അവധൂതനും ഭ്രാന്തനും ഒരുപോലിരിക്കും, ഒരുപോലെ ഉണ്ടാവും. അവധൂതൻ കുളിക്കും, ചിലപ്പോൾ കുളിക്കില്ല. ഭ്രാന്തനും അതുപോലെ, ചിലപ്പോൾ കുളിക്കും, ചിലപ്പോൾ കുളിക്കില്ല. മുടി ചീകി വെച്ചു എന്ന് വരില്ല. ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ല കഴിക്കും. ചില ജൽപ്പനങ്ങളൊക്കെ പുറപ്പെടുവിക്കും, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വിധത്തിൽ. ഭ്രാന്തനും ചെയ്യും, അവധൂതൻ. എന്താ വ്യത്യാസം? ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അതൊരു വലിയ വ്യത്യാസമാണ്. അവധൂതന് മനസ്സിൽ നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കും, ഭ്രാന്തന് ആ നിയന്ത്രണം ഇല്ല. അതാണ് വ്യത്യാസം. അപ്പൊ അവധൂതനെ കണ്ടിട്ട് ആര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം. കാരണം അവധൂതൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കണ്ടെത്തി അതിനടുത്ത് പോയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് ആ വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. അവധൂതനെ നമ്മൾ മനസ്സിലാക്കണം. ഭ്രാന്തനും അവധൂതനും ഒരുപോലെ ഇരിക്കും. ഭ്രാന്തനെ കണ്ടിട്ട് അവധൂതനെന്നും അവധൂതനെ കണ്ടിട്ട് ഭ്രാന്തനെന്നും വിചാരിച്ചു പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ഒരു അവധൂതനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ എന്നർത്ഥം. ചിന്തിക്കൂ, നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് കേൾക്കൂ. അങ്ങ് ഒരു അവധൂതനെ പോലെ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് എൻ്റെ സകല സംശയങ്ങളും തീർത്തു തന്നില്ലേ? അങ്ങേക്കിതാ നമസ്കാരം 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 എന്ന് വിനയപൂർവ്വം നമസ്കരിക്കുന്നു എന്നർത്ഥം. ഇതാണ് സജ്ജന സംസർഗത്തിന്റെ മഹത്വം. നല്ല മനുഷ്യരുമായിട്ട് ചേർന്നാലുള്ള ഗുണം ഇതാണ്. നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഗംഗാ നദിയിൽ പോയി കുളിച്ചാൽ പുണ്യമില്ലേ? ഇല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഗംഗാ സ്നാനം വളരെ പുണ്യമുള്ളതാണ്. പക്ഷെ ഗംഗ പാവിലാക്കാവിലേക്ക് വരുമോ? നമ്മൾ അങ്ങോട്ട് പോകണ്ടേ? നമ്മൾ ഗംഗയിലേക്ക് പോകണം. ഗംഗയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എവിടെ പോകണം? ഒന്നുകിൽ ഉത്തർപ്രദേശിൽ പോകണം, ഇല്ലേ ബംഗാളിൽ പോകണം, ഇല്ലേ ഹരിദ്വാറിൽ പോകണം. എങ്ങനെ പോയാലും കുറെ ദൂരം സഞ്ചരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഗംഗയെ കാണാൻ പറ്റുള്ളൂ. ഇനി ഗംഗാ തീരത്തെത്തി നോക്കി നിന്നു പുണ്യം കിട്ടുമോ? എന്താ വേണം? ഇറങ്ങി മുങ്ങണം. ഇറങ്ങി മുങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് വേണം. ഇനി കയ്യിലോ കഴുത്തിലോ വല്ല സ്വർണ്ണത്തിന്റെ ആഭരണം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടി ഒരാളെ കൂടെ കൂട്ടണം. അവിടെ വെച്ച് മുങ്ങി ചിലപ്പോൾ എടുത്തോണ്ട് പോകും പറ്റും. അപ്പൊ കൂടെ ഒരാൾ വേണം. നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഒഴുക്കുള്ള സ്ഥലമാണെങ്കിൽ ആ ചങ്ങല പിടിച്ച് മുങ്ങിയില്ലേ ബുദ്ധിമുട്ടാണ്, ഒഴുകി പോകും. നല്ല ഒഴുക്കാ ചില ഭാഗത്ത്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വേണം ഗംഗ കൊണ്ട് കിട്ടുന്ന പുണ്യം നേടിയെടുക്കാൻ, അല്ലേ? എങ്കിൽ സജ്ജനങ്ങളുടെ മുമ്പിലോ? സജ്ജനങ്ങളുടെ മുമ്പ് പോയിട്ട് എന്തെങ്കിലും ചെയ്യണോ? കൈ കൊണ്ടെന്തെങ്കിലും ചെയ്യണോ? കാലുകൊണ്ടെന്തെങ്കിലും ചെയ്യണോ? ഒരു ജോഡി ഡ്രസ്സ് കരുതണോ? കൂടെ ഒരാൾ വേണോ? ഒന്നും വേണ്ട. മനുഷ്യന്റെ ചെവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവി അടഞ്ഞു പോവില്ല, കണ്ണടഞ്ഞു പോകും. തുറന്നു പിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ദീർഘിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചോർമ്മില്ലേ? കണ്ണ് ചിലപ്പോൾ അടഞ്ഞു പോയി എന്ന് വരും. ചെവി എങ്ങനെ അടഞ്ഞു പോകുമോ? ഒരിക്കലും അടഞ്ഞു പോകാത്ത ഭഗവാന്റെ ഒരു അനുഗ്രഹം നോക്കും. എങ്ങാനും ചെവി അടഞ്ഞു പോകുമെങ്കിൽ ഉറങ്ങി പോകുന്ന സമയത്ത് ചെവി അങ്ങ് അടഞ്ഞു പോയാൽ പോയില്ലേ? അടഞ്ഞു പോകാത്ത തുറന്നിരിക്കുന്ന ചെവിയാണ്. ആ ചെവിയിലൂടെ ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി മനസ്സിൽ മാറ്റം വരുന്ന നോക്കും. ഇതാണ് മഹത്വം. സജ്ജന സംസർഗത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇത്ര കേമാണ് അർത്ഥം. അതാണ് ഭരതന്റെ ചരിത്രം. ആ ഭരതന്റെ ചരിത്രം പറഞ്ഞ് അവസാനിക്കുന്നു. അതിനുശേഷം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ ഈശ്വര ആരാധന പല രൂപത്തിൽ പല പേരിൽ നടക്കുന്നു.
അതാണ് 18-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. 18-ാമത്തെ അധ്യായം എടുത്ത് അവിടെ കാണാം ഭദ്രാശ്വവർഷം എന്നൊരു പ്രദേശം. വർഷം എന്ന വാക്കിന് കൊല്ലം എന്നർത്ഥമുണ്ട്, മഴ എന്നർത്ഥമുണ്ട്, പ്രദേശം എന്നും അർത്ഥമുണ്ട്. ഭാരതവർഷത്തിലെ പൂർവരാം മുനീന്ദ്രന്മാർ. ഭാരതവർഷം എന്ന് പറയുന്ന അർത്ഥം ഭാരതമാകുന്ന ഭൂവിഭാഗം എന്നർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭദ്രാശ്വവർഷം എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്, നേവിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരിക്കൂ. നേവിളക്ക് കത്തിച്ചിട്ട് വേഗം ഇരിക്കുക. അവിടെ പ്രഭാഷണം നടക്കുന്നു, ശ്രദ്ധയോടുകൂടി ഇരിക്കാം. ഭദ്രാശ്വവർഷം എന്ന് പറഞ്ഞാൽ ഭദ്രാശ്വം എന്നൊരു പ്രദേശം. അവിടെ ഭദ്രശ്രവസുകൾ നിരന്തരമായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഏത് ഭഗവാനെ? ഹയശീർഷൻ എന്നൊരു ഭഗവാനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് ഹയശീർഷാഭിധാനം. ഹയം കുതിര, ശീർഷം തല. ഹയശീർഷൻ, ഹയഗ്രീവൻ എന്നൊക്കെ പേരിലൊരു ഭഗവാനുണ്ട്. നമുക്ക് അതിന്റെ കഥയൊക്കെ വേറെയാണ്, പറയാൻ നിവൃത്തില്ല. ദേവി ഭാഗവതത്തിൽ ഇതൊക്കെ കഥയുണ്ട്, സമയം പോവും, അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. മധുവിനെയും കൈടഭനെയും വധിച്ച ഭഗവാനാണ് ഈ ഹയഗ്രീവൻ അഥവാ ഹയശീർഷൻ. എന്താ അവർ പറയുന്നത് നോക്കാം. പറയുന്നത് 3-ാമത്തെ ശ്ലോകം. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. ലോകത്തില് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം അത്ഭുതം തന്നെ എന്ന് പറയാൻ. എന്താ അത്ഭുതം? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം 7 അത്ഭുതങ്ങളാണ്. സപ്താത്ഭുതങ്ങൾ, 7 വണ്ടേഴ്സ് കേട്ടല്ലേ? താജ്മഹൽ, ചൈനയിലെ വൻമതില്, നയാഗ്ര വെള്ളച്ചാട്ടം, ഇങ്ങനൊരു 7 നമ്മൾ പറയാം. ആധ്യാത്മികമായിട്ട് ഒരു അത്ഭുതമുണ്ട്. അതെന്താ? മഹാഭാരതത്തില് ധർമ്മപുത്രര് ചോദിക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? യക്ഷപ്രശ്നം എന്നൊരു ഭാഗത്ത്. അതിങ്ങനെയാണ്. അഹന്യഹനി ഭൂതാനി ഗച്ഛന്തി വയമാലയം അന്യേ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമതപരം. ഇതാണ് ഉത്തരം. അതായത് ഓരോ ദിവസവും യമാലയത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ യമാലയം എന്ന് പറഞ്ഞാൽ? യമന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രസംഗം തുടങ്ങിയിട്ട് ഈ സമയത്ത് ലോകത്ത് എത്ര പേര് മരിച്ചു എന്നറിയോ? ആലോചിക്കുന്നുണ്ടോ? എത്ര പേര് മരിച്ചു നമ്മളറിയില്ല. കാരണം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ശത്രുവായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവായിരിക്കണം. അല്ലെ നമ്മൾ അറിയൂ. അല്ലാത്ത എത്ര മരണം മനുഷ്യർ മാത്രം മരിക്കുന്നു, അല്ലാത്ത ജീവജാലങ്ങൾ എത്ര മരിക്കുന്നു. പക്ഷെ എന്നാലും ബാക്കിയുള്ളവരുടെ വിചാരം എന്താ? ഞാൻ ഇപ്പോൾ ഒന്നും മരിക്കില്ല എന്നാണ്. ഒരു മാസത്തിനുള്ളിൽ മരിക്കേണ്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഒരു മാസം പോയിട്ട് ഒരു 10 കൊല്ലത്തേക്ക് മരിക്കില്ല പിന്നല്ലേ എന്നാണ് നമ്മുടെ വിചാരം. ഉണ്ടോ? അങ്ങനെ വിചാരമുണ്ടോ? ഒരു വിചാരമില്ല. മരിക്കില്ല എന്നുള്ള വിചാരമാണ്. എന്നോട് ചോദിച്ചു നോക്കൂ, എൻ്റെ വിചാരം അതാണ്. 2025 വർഷമല്ലേ ഇത്? 2025 ഡിസംബർ വെക്കേഷനിൽ സപ്താഹത്തിൽ ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല. 26 വെക്കേഷൻ ഒഴിവുണ്ടോ? ഇല്ല. 27 വെക്കേഷൻ ഒഴിവുണ്ടോ? ഞാൻ പറഞ്ഞു അതും ഏറ്റു. തമാശ പറയല്ല. 2027 ഡിസംബർ വെക്കേഷൻ വരെ ഭാര്യ ഏറ്റു കഴിഞ്ഞു ഇപ്പൊ തന്നെ. എന്താ എൻ്റെ വിചാരം? 27 വരെയൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? വാസ്തവത്തിൽ ഒന്നുമില്ല. ഏത് നിമിഷവും ആരും മരിക്കാം. അത്രയധികം അത്ഭുതകരമാണ് മരണത്തിന്റെ കാര്യം. എന്നിട്ടും ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഇതല്ലേ ഏറ്റവും വലിയ അത്ഭുതം. മാത്രമല്ല, മരണത്തിന്റെ മറ്റൊരു വിഷയം, മുതിർന്നവര്, ആദ്യം ജനിച്ചവര് ആദ്യം മരിക്കണം, പിന്നീട് ജനിച്ചവര് പിന്നീട് മരിക്കണം. ഇതല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത്? നോക്കൂ, അടുത്ത വരി. നിർഹൃത്യപുത്രം പിതരം ജിജീവിഷതി. അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്നു, മക്കൾ മരിച്ചു പോകുന്നു, കാണുന്നില്ലേ? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇനി അടുത്ത നോക്കൂ, 4-ാമത്തെ ശ്ലോകം. വദന്തി വിശ്വം കവയസ്മശ്വരം. വദന്തി പറയുന്നു. കവയ എന്നുള്ള വാക്കിന്റെ അർത്ഥം കവി എന്നുള്ളതിന്റെ ബഹുവചനമാണ് കവയ. കവികൾ. അല്ല, കവി കവിത എഴുതുന്നവൻ കവി എന്നല്ലേ നമ്മൾ പറയാ? അല്ല, കവിത എഴുതുന്നവൻ പറഞ്ഞാൽ പോരാന്നർത്ഥം.
കവിത എഴുതിയാൽ മാത്രം പോരാ. കവിത എഴുതുന്നത് കവി എന്നല്ല, കവി ആയത് കൊണ്ട് കവിത എഴുതി പോവുക. അപ്പൊ ആരാ കവി? കവി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ക്രാന്തദർശി ആണ്. ക്രാന്തദർശിയാണ് കവി. എന്താ ക്രാന്തദർശിത്വം? കടന്നു കാണാനുള്ള കഴിവാണ് ക്രാന്തദർശിത്വം. ഒരു ഉദാഹരണം പറയാം, സുന്ദരമായ ഉദാഹരണമാണ്. ലോകത്ത് ഒരു പൂവ് വീണ് കിടക്കുന്നത് ആദ്യമായിട്ട് കണ്ടത് കുമാരനാശാനാണോ? ആണോ? എത്ര പേര് കണ്ടു? അല്ലേ? അനവധി പേര് കണ്ടു. നമ്മളൊക്കെ വല്ലതും തോന്നിയോ? ഒന്നും തോന്നില്ല. പക്ഷെ കുമാരനാശാൻ കണ്ടപ്പോഴോ, ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ ശ്രീഭൂവിലസ്ഥിര. എത്രയൊരു മനോഹരമായ കാവ്യം. ഒരു പൂവിനെ നോക്കിയിട്ട് ഈ മനുഷ്യ ജീവിതത്തിൽ എല്ലാ മേഖലയിലുമുള്ള എല്ലാ വിഷയങ്ങളും ഇതുപോലെയാണ് എന്ന് പറയാൻ തക്കവണ്ണം പാണ്ഡിത്യമുള്ള കുമാരനാശാൻ ഒരു ക്രാന്തദർശിയാണ്, അതുകൊണ്ട് കവിയാണ്. അപ്പം കവി എന്നുള്ള വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ. കവി എന്നുള്ള വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ, ഋഷി എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള കവികൾ എന്ത് പറയുന്നു? വദന്തി വിശ്വം കവയസ്മ നശ്വരം. വിശ്വം ലോകം, നശ്വരം നശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകം മുഴുവൻ നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കവികൾ പറയാണ്. നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നശിക്കാതെ എന്ത് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് കവികൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നമുക്ക് സംശയം എന്താ വെച്ചാൽ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഇതൊക്കെ നശിക്കുന്നുണ്ടോ? ഈ ആൽമരം നശിക്കുന്നുണ്ടോ? ഈ കുളം അവിടെ തന്നെ ഇല്ലേ? ഞാൻ വരുന്ന കാലം മുതലുണ്ട് കുളം അവിടെ, ആൽമരം അവിടെ ഉണ്ട്, അമ്പലം ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഭഗവാൻ എവിടെയാണോ ഈശ്വര? ഇതാണ് നമ്മുടെ സംശയം. പണ്ഡിതന്മാരെ നോക്കുമ്പോഴോ ഇവിടെ കാണുന്നത് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കാൻ, നശിക്കാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഭഗവാനാണെന്ന് അവർ മനസ്സിലാക്കുന്നു, നമ്മൾ തിരിച്ച് മനസ്സിലാക്കുന്നു. എന്താ ചെയ്യാൻ? ഇത് ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് അച്ഛൻ പോവുകയാണ് കാട്ടിലേക്ക്. അച്ഛൻ പറയാണ് മകനോട് കാട് കാണിച്ചു തരാൻ എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോകാൻ. ബൈക്കിൽ പോകുന്നു, കാടിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് കുട്ടിയോടും അച്ഛൻ പറയുകയാണ്, മകനെ കണ്ടോളൂ, ഇതാണ് കാട് എന്ന് പറയുമ്പോൾ കുട്ടി ചോദിക്കുകയാണ്, കാടെവിടെ? ഇത് മരങ്ങളാണ്, ഇത് ചെടിയാണ്, മറ്റേത് അരുവിയാണ്, കുറെ മാൻകൂട്ട് അവിടെ കാണാണ്ട്, കുറച്ച് കാട്ടാൻ അവിടെ കാണാണ്ട്, കാടെവിടെ? എന്താ ഉത്തരം പറയാ? ഈ കുട്ടിക്ക് എങ്ങനെയാണ് കാട് മനസ്സിലാക്കി കൊടുക്കാൻ? ഇതെല്ലാം കൂടി ചേർന്ന കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കുട്ടിക്ക് ബോധ്യമാകുന്നില്ല. കാട് എന്ന് പറഞ്ഞ സാധനം പോലെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേപോലെ ഈശ്വരൻ എവിടെ ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഈ കാണുന്നതെല്ലാം ഈശ്വരൻ. അതാണ് പുരുഷ സൂക്തത്തിൽ പറയുന്നത്, ഏതാവാൻ അസ്യ മഹിമ, അസ്യ മഹിമ ഏതാവാൻ. ഈ കാണുന്നത് മുഴുവൻ ഭഗവാൻ അല്ലാതെ എന്താ ഉള്ളത്? ഭഗവാൻ അല്ലാതെ എന്താ ഉള്ളത് എന്നാണ് ചോദ്യം. ഇപ്പൊ ഓടിന്റെ വിളക്ക് കാണിച്ചു കൊടുത്തിട്ട് ഓടാണെന്ന് പറയുമ്പോൾ വിളക്ക് എവിടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഓടെവിടെയെന്ന് ചോദിച്ചാൽ ഇത് വിളക്കല്ലേ, ഓടെവിടെ എന്നൊരാൾ ചോദിച്ചാൽ എന്താ പറയാ? ഓട് തന്നെയാണ് വിളക്ക്. വിളക്ക് എന്നുള്ളത് ആ ആകൃതിയുടെ പേരാണ്, ഈ രൂപത്തിലുള്ള പേരാണ് വിളക്ക്. ഈ സാധനം അവിടെ കൊണ്ട് ഉരുക്കിയിട്ട് ഒരു കിണ്ടിയാക്കി വയ്ക്കാൽ ആ ആകൃതിക്ക് പേര് വരും കിണ്ടി. സാധന ഓടാണ്. ഓട് തന്നെ ഉരുക്കി കിണ്ടിയാക്കാം, വിളക്കാക്കാം, പറയാക്കാം. അതെന്താ സാധനം? അത് പറ, ഓടല്ലേ. ഇതെന്താ സാധനം? വിളക്ക്, ഓടല്ലേ. ഓടിന്റെ ഒരാകൃതിക്ക് പേര് പറ, ഒരാകൃതിക്ക് പേര് വിളക്ക്. സാധനം എന്താണ്? ഓട്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഓടിന്റെ വിലയാ കൊടുക്കുക. പണിക്കൂലി വിഷയമാക്കാത്ത കച്ചവടക്കാരന്റെ കടയിൽ പോയിട്ട് ഓട് വാങ്ങി, ഓടിന്റെ വിലയാണ് തൂക്കി നോക്കിയിട്ട് ഓടിന് എത്ര രൂപ, പറക്കെത്ര വില എന്നല്ല, ഓടിന് എത്ര വില. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്ത് കാണുന്നത് മുഴുവൻ ഭഗവാൻ. ആർക്ക്? പണ്ഡിതന്മാർക്ക്. അല്ലാത്തവർക്കോ ഓരോന്ന് ആണ് വിഷയം. ശരി, ഇനി അടുത്തത് ഹരിവർഷം എന്നൊരു പ്രദേശം. അവിടെ നിരന്തരമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഹ്ലാദൻ. ആരെ സ്തുതിക്കുന്നു? പ്രഹ്ലാദനായതുകൊണ്ട് ആരെ കുറിച്ചായിരിക്കും സ്തുതിക്കുന്നുണ്ടാവുക? നരസിംഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് നോക്കാം. ശ്ലോകം 18-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 9. അവിടെ കാണാം, സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം. ഭഗവാനെ, ലോകത്തിലുള്ള എല്ലാ ദുഷ്ടന്മാർക്കും നന്മ ഭവിക്കണമേ. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമോ? ആർക്കാ നന്മ വരേണ്ടത്? ദുഷ്ടന്മാർക്കാണോ നല്ലവർക്കാണോ? ചിന്തിച്ചിട്ട് പറയണം, വെറുതെ പറയരുത്, കളവ് പറയാൻ പാടില്ല.
തോന്നിയത് മാത്രമേ കൃത്യമായിട്ട് പറയാൻ പാടുള്ളൂ. ദുഷ്ടന്മാർക്കാണോ നല്ലവർക്കാണോ നന്മ ഭവിക്കുക? ദുഷ്ടന്മാരൊക്കെ നശിച്ച് തീരണം, എന്നിട്ട് നല്ലവർ പിന്നെയും പിന്നെ നന്നാവണം. ഇതല്ലേ നമ്മുടെ സങ്കല്പം. അപ്പം ചോദിക്കട്ടെ, ആരാണ് ഈ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ? ഒരു ദുഷ്ടനും ദുഷ്ടത്തിൽ കൂടി കല്യാണം കഴിച്ചിട്ട് ദുഷ്ടക്കുട്ടി ഉണ്ടാവുകയാണോ? പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടാകുന്ന പോലെ. എങ്ങനെയാണ് ഈ ദുഷ്ടന്മാരുണ്ടാവുന്നത്? ജനിക്കുന്നതോടുകൂടി ദുഷ്ടനാവുമോ ആരെങ്കിലും? സാഹചര്യം കൊണ്ട് ഓരോരുത്തർ ദുഷ്ടന്മാരാവുകയാണ്. ആ ദുഷ്ടത പോയാൽ അയാൾ ആരായി? ശിഷ്ടനായി തീർന്നു. അപ്പൊ ദുഷ്ടനെ എതിർക്കണോ ദുഷ്ടതയെ എതിർക്കണോ? ദുഷ്ടതയെ എതിർക്കണം. ഇതൊക്കെ എപ്പോഴും വെറുതെ ഇവിടെ ഇരുന്ന് പറയാൻ മാത്രമാണോ? വീട്ടിൽ പോയത് പറയോ? ടൗണിൽ പോയത് പറയോ? അങ്ങനെ തന്നെ എപ്പോഴും പറയാൻ സാധിക്കട്ടെ. ദുഷ്ടതയെ മാത്രമേ എതിർക്കാവൂ, ദുഷ്ടൻ എന്നൊരു വ്യക്തിയെ എതിർക്കരുത്. അപ്പോ വേണ്ടത് ദുഷ്ടത ഒഴിവാക്കി ആളെ ശിഷ്ടനാക്കി മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോ കൂടുതൽ ഭാഗവതം കേൾക്കേണ്ടത് ആരാ? നല്ലവരാണോ മോശക്കാരാണോ? നല്ലവരാണോ ദുഷ്ടന്മാരാണോ ഭാഗവതം കേൾക്കേണ്ടത്? നല്ല ദുഷ്ടന്മാർ വന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ. സകല ദുഷ്ടന്മാരും സകല പോക്കറ്റടിക്കാരും സകല കള്ളന്മാരും എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കട്ടെ. കാരണം അവരാണ് ഇത് കൂടുതൽ കേൾക്കേണ്ടത്. അവര് അല്ലാതെ ഇപ്പം നല്ലവർക്ക് ഇനിയിപ്പോൾ ഇത് നന്നാവാൻ നോക്കൂ. നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ അച്ഛൻ പറയുന്ന എപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. നല്ലൊരാൾ കുറച്ച് മോശമായിട്ടുള്ള ഒരാൾ കൂടി വീട്ടിലേക്ക് വന്നാൽ ആർക്കാദ്യം കസേര കൊടുക്കണം? ഈ മോശക്കാരന് വേഗം കൊടുത്തേക്കണം. മറ്റൊക്കെ ചിലപ്പോൾ ആലോചിക്കാനുള്ളൊരു സമയം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും, ക്ഷമയുണ്ടാവും. എന്താ കാര്യം? അയാൾ എന്തോ തിരക്കിലായതുകൊണ്ടാണ് എനിക്കും കസേര തരും എന്ന് വിചാരിക്കാനുള്ളൊരു ക്ഷമയെങ്കിലും ഈ നല്ല ആൾക്കുണ്ടാവും. മോശക്കാരൻ അത് ഉണ്ടാവില്ല, ദേഷ്യം പിടിക്കും. അപ്പം അയാൾക്ക് വേഗം കസേര കൊടുത്തേക്കണം. ഇതുപോലെ എപ്പോഴും എന്ത് വേണം? നല്ലവര് നോക്കൂ. ഇന്ന് വൈകുന്നേരം പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തുകൊണ്ട്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നില്ലേ? ഭാഗവതം കേൾക്കാൻ പറ്റുന്നില്ലേ? ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോവാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലേ? അല്ലേ? ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇനി എൻ്റെ കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഒരിക്കൽ പോലും നാമം ജപിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ടില്ലാത്ത, ഭാഗവതം കേട്ടിട്ടില്ല എത്രയോ പേര് പുറത്തുണ്ട്. അവരെ രക്ഷിക്കാൻ ആരുണ്ട്? ഭഗവാൻ. അങ്ങ് അവരുടെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഹ്ലാദൻ. നമ്മൾ നേരെ തിരിച്ചാൽ ബാക്കിയുള്ള ആളുടെ കാര്യം ഒന്നും നോക്കണ്ട, എൻ്റെ കാര്യം നല്ലോണം ഓർമ്മയുണ്ടാവണേ ഭഗവാൻ എന്ന് പറയാനാണ് നമുക്ക് താല്പര്യം. കാരണം സാധാരണക്കാർക്ക് നോക്കും, ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇതെന്തെങ്കിലും ഒന്ന് കേട്ട് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ ഇവിടെ വന്ന് ഇരിക്കാൻ തോന്നണ്ടേ? എന്താ ചെയ്യാ? ഇനി അഥവാ ഇവിടെ വന്നാൽ തന്നെ ഉറങ്ങിപ്പോണ്ടിരിക്കാൻ തോന്നണ്ടേ? കേൾക്കാൻ പറ്റണ്ടേ? എന്ത് കേട്ടാൽ ഒരു ബുദ്ധിമുട്ടില്ല, നല്ലതേ പറയുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ഇവിടേക്ക് വരാനോ കേൾക്കാനോ തോന്നാത്ത എത്രയോ പേര് പുറത്തുണ്ട്. അവർക്ക് അങ്ങയുടെ കാരുണ്യം കൂടുതൽ ഉണ്ടാവണേ എന്നാണ് പ്രഹ്ലാദൻ ഇന്ന് വൈകുന്നേരം പറയുന്നുണ്ട്. ഒരാള് വലിയൊരു പുഴ കടക്കാൻ പോവാൻ, വലിയ നീളമുള്ള വീതിയുള്ള ഒരു പുഴ കടക്കാൻ. പുഴ കടക്കാൻ ആകെപ്പാടെ തോണി മാത്രമേ ഉള്ളൂ, പാലമില്ല. ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന തോണി കരിങ്കല്ല് കൊണ്ടുള്ള തോണിയാണ്. എത്ര നേരം മുങ്ങി കിടക്കും? കരിങ്കല്ലിന്റെ തോണി മാത്രമേ ഉള്ളൂ, ഒരു നിവൃത്തിയില്ല. കരിങ്കല്ലിന്റെ തോണി കൊണ്ട് വേണം അങ്ങനെ കിടക്കാൻ. ഇയാൾ മാത്രം കയറിയിരുന്നാൽ പോരാ. ഇയാളെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുറെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, കുറെ ഭാണ്ഡക്കെട്ടുണ്ട്. ഇതൊക്കെ കയറ്റി വെച്ചിട്ട് ഈ കരിങ്കല്ലിന്റെ തോണിയിൽ നദി കടക്കാൻ പുറപ്പെട്ടാൽ സാധിക്കുമോ? ഈ കരിങ്കല്ലിന്റെ തോണി തന്നെ മുങ്ങിപ്പോവും. പിന്നെ ഇവർക്ക് കയറിയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് മജ്ജന്തി അശ്മപ്ലവ ഇവ. അശ്മം കരിങ്കല്ല്, പ്ലവം തോണി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കുന്ന തോണിയിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ് സാധാരണക്കാർ. എന്നാൽ തൊട്ട് താഴത്തെ കടവിൽ ഒരു തോണിയുണ്ട്, ഒരിക്കലും മുങ്ങിപ്പോകാത്ത, ഏത് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും മുങ്ങിപ്പോകാത്തൊരു തോണിയുണ്ട് അപ്പുറത്ത്. അതേതാണ്? പാദാരവിന്ദം ഭവസിന്ധു പോതം. പോതം എന്ന് പറഞ്ഞാൽ തോണിയാണ്. പാദാരവിന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാലുകളാകുന്ന തോണികൾ. ആ തോണിയിൽ കയറിയിരുന്ന ഒരിക്കലും മുങ്ങിപ്പോകില്ല. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പാടും വരില്ല എന്ന് ഭക്തജനങ്ങൾ പറയാൻ, ആചാര്യന്മാര് പറഞ്ഞു തരികയാണ്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള കടവില് ആ മുങ്ങിപ്പോകാത്ത തോണി ഉണ്ടായിരുന്നിട്ടും കരിങ്കല്ല് തോണി മതി എന്ന് പറഞ്ഞ് ഇതിന്റെ പിന്നാലെ പോകുന്നവരെ കുറിച്ച് എന്താ പറയാ? അതുകൊണ്ട് എന്ത് ചെയ്യൂ? ഭഗവാന്റെ പാദങ്ങളെ സേവിക്കൂ, ഭഗവാനെ ഭജിക്കൂ എന്ന് ഭാഗവതം പറയാൻ. ഇനി പ്രഹ്ലാദൻ പറയുന്ന ഒരു കാര്യം കുറച്ചും കൂടി വിപ്ലവകരമാണ്, കുറച്ചും കൂടി അതിശയം തോന്നുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമോ തോന്നിപ്പോവും. പ്രഹ്ലാദൻ പറയാണ്, എങ്ങനെ ഇരിക്കണം ആൾക്കാർ? ഒരു ദുഷ്ടൻ ഒരു നല്ലാള്, ഒരു ദുഷ്ടൻ ഒരു നല്ലാള്, ഇങ്ങനെ ഇടകലർന്നിരിക്കണം. അതാണ് അടുത്ത വരി. ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ. നോക്കൂ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരൊറ്റ വാക്ക് പറയില്ല, ഭാഗവതത്തിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. തമ്മിൽ ഇടകലർന്നിരിക്കണം ദുഷ്ടന്മാർ. എന്നാൽ എന്താ ഗുണം?
നല്ലവരുടെ നല്ല സ്വഭാവം ദുഷ്ടന്മാർ കണ്ട് മനസ്സിലാക്കി കുറേശ്ശെ ഉയർന്നു വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നല്ലവരായ ഭക്തജനങ്ങൾ വരിവരിയായി വന്നിട്ട് തിരക്കുണ്ടാക്കാണ്ട് പ്രസാദം വാങ്ങുന്നതും അക്ഷയം യാതൊരു തരം അക്ഷമയും കാണിക്കാതെ പ്രസാദം വാങ്ങുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു ദുഷ്ടൻ എന്ത് തോന്നണം, നോക്കൂ എത്ര നല്ല ഭക്തരായി ഇവരൊക്കെ, ഇതുപോലെ അവിടെ എനിക്കെന്ന് അയാൾക്ക് തോന്നണം. അങ്ങനെ തോന്നിയിട്ട് എല്ലാവരും ഉയർന്നു വരണം എന്നർത്ഥം. ഇതാണ് പ്രഹ്ലാദന്റെ ഭക്തി. പ്രഹ്ലാദന് ഭഗവാനോട് പറയാനുള്ളത് തൻ്റെ കാര്യമല്ലേ അല്ല, സാധാരണക്കാരെ കുറിച്ചാണ്. അവരെ രക്ഷിക്കാൻ ആരുണ്ട് ഭഗവാൻ, അവരുടെ കാര്യത്തിൽ അങ്ങ് കുറച്ചും കൂടി കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നരസിംഹമൂർത്തിയെ കാമദേവ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ലക്ഷ്മി സ്തുതിക്കുകയാണ് അടുത്ത വിഷയം. ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാനോട് പറയാണ്, ഭഗവാനെ എല്ലാവർക്കും എന്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ മോഹമാണ്. എന്താ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, പൈസയാണ്. അപ്പൊ എല്ലാം മിക്കവാറും ഭക്തന്മാർ 95% ഭക്തന്മാർക്കും ആവശ്യമുള്ളത് ഭഗവാന്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ് വിചാരം. പക്ഷെ ലക്ഷ്മി മാത്രമായിട്ട് അങ്ങനെ എവിടെക്കെങ്കിലും പോവുമോ? പോവില്ല. ലക്ഷ്മിക്ക് എപ്പോഴും എവിടെ ഇരിക്കാനാണ് ഇഷ്ടം? എവിടെ ഇരിക്കാനായിരിക്കും? ഭഗവാന്റെ കൂടെ ഇരിക്കാനാണ് ലക്ഷ്മി ദേവിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പൊ ഭഗവാനെ അതുകൊണ്ടല്ലേ നാരായണത്തിൽ പറയുന്നില്ലേ, നാസ്തേ സ്വഭക്തേഷ്വപി, നല്ല ഭക്തന്മാരുടെ അടുത്തേക്ക് ലക്ഷ്മിക്ക് പോയിരിക്കണം എന്ന് വലിയ മോഹമുണ്ട്, വലിയ മോഹമുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് പോയി ഇരിക്കാൻ പറ്റില്ല. കാരണം ലക്ഷ്മിക്ക് എവിടെ ഇരിക്കാൻ ഇഷ്ടം? ഭഗവാന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കൂടെ മാത്രമേ ലക്ഷ്മി ഇരിക്കൂ എങ്കിൽ നമ്മൾ ലക്ഷ്മിയോട് വല്ലതും പറയണോ? ആരോട് പറഞ്ഞാൽ മതി? ഭഗവാനെ ഭജിച്ചാൽ മതി. ഭഗവാൻ വരുമ്പോൾ ആരും വന്നോളും, ലക്ഷ്മി വന്നോളും. ലക്ഷ്മിയെ മാത്രം കുറച്ച് മോശം കൂടിയല്ലേ അങ്ങനെ പറയുന്നത്. ഭഗവാൻ വേണ്ടെന്ന് യാതൊരു നിർബന്ധമില്ല, ലക്ഷ്മി എൻ്റെ കൂടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് ലക്ഷ്മിയെ കുറിച്ച് വല്ലാണ്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ ഭജിക്കൂ, ലക്ഷ്മി കൂടെ വരും എന്ന് പറഞ്ഞാൽ നല്ല ഭക്തി ഉണ്ടോ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടക്കും എന്ന് ഭാഗവതം പറയാൻ. ഇനി അടുത്തത് ഹിരൺമയ വർഷം. മരിച്ചാലും മറക്കരുത്. ഇനി പറയാൻ പോകുന്ന 2-3 കാര്യങ്ങൾ മരിച്ചാൽ പോലും മറന്നു പോകരുത്, അത്ര പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, രമ്യക വർഷം ഹിരൺമയ വർഷത്തിൽ സ്തുതിക്കപ്പെടുന്നത് കൂർമ്മരൂപിയായ ഭഗവാനാണ്. കൂർമ്മരൂപിയായ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്. എന്താ കൂർമ്മ എന്ന് പറഞ്ഞാൽ? ആമ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ കൂർമ്മത്തെ ഉദാഹരണമായിട്ട് പറയും, കേട്ടില്ലേ? യഥാ അറിയോ? ഭഗവത്ഗീത മുഴുവൻ വായിച്ചവർ എത്ര പേരുണ്ട്? വെറുതെ അറിയാൻ വേണ്ടിയിട്ടാ. ഭഗവത്ഗീത മുഴുവൻ ഒരു തവണയെങ്കിലും വായിച്ചവര് സന്തോഷം. ബാക്കിയുള്ളവർ ഇന്നും നാളെ വായിക്കായിരിക്കും അല്ലേ? കുറേ ബാക്ക് ബെഞ്ചേഴ്സ്. ചിന്തിക്കൂ, ഭഗവത്ഗീത വായിക്കാൻ എത്ര ശ്ലോകമുണ്ട് ഭഗവത്ഗീതയില്? എത്ര ശ്ലോകമുണ്ട്? 700 ശ്ലോകം. അത്രയേ ഉള്ളൂ. ഭാഗവതത്തിൽ നമ്മൾ ഒരു ദിവസം ഇവിടെ എത്ര അധ്യായം വായിക്കുന്നുണ്ട്? ഏകദേശം 30 മുതൽ 35 അധ്യായങ്ങൾ വരെ ഒരു ദിവസം ശരാശരി നമ്മളിവിടെ വായിക്കുന്നുണ്ട് അധ്യായങ്ങൾ. എങ്കിൽ ഭഗവത്ഗീതയിൽ എത്ര അധ്യായമുണ്ട്? 18 അധ്യായം. ഇപ്പൊ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6:30 വരെ നമ്മൾ 35ഓളം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അത് പ്രഭാഷണം കൂടി കൂട്ടിയിട്ടാ. എങ്കിൽ 18 അധ്യായം വായിക്കാൻ എത്ര സമയം വേണ്ടി വരും? 2-3 മണിക്കൂർ. ആകെ പരമാവധി 3 മണിക്കൂർ. എത്ര പതുക്കെ വായിച്ചാലും. അപ്പൊ 3 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥം എന്തുകൊണ്ട് ഇതുവരെ വായിച്ചില്ല? ചിന്തിക്കൂ. ഒരു തവണ അർത്ഥം മനസ്സിലാവില്ലെന്നൊന്നും പറയരുത്. അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ടാണ് വായിക്കരുതെന്ന് പറയാനേ പാടില്ല. അർത്ഥമുള്ള പുസ്തകമല്ലേ? തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വായിക്കാൻ ശ്രമിക്കാം, നല്ലതാണ്. അല്ലാതെ എന്ത് ഭക്തി? കാരണം ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. കർമ്മത്തെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടൊരു ഗ്രന്ഥമാണ്. കാര്യം സർവ വേദാന്ത സാര സംഗ്രഹഭൂതം ആണ്. ഭാരതീയമായ സകല ഗ്രന്ഥങ്ങളുടെയും സത്താണ് ഭഗവത്ഗീത. അതൊരു തവണയെങ്കിലും വായിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിൽ പറയും, യഥാ സംഹരതേ ചായം കൂർമ്മോങ്കാനീവ സർവശ. കാര്യം വളരെ നിസ്സാരമാണ്. സംസ്കൃതത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, നിസ്സാരമാണ്. എന്താ കാര്യം? ഏതൊരു സാഹചര്യത്തിലും വിപരീതമായ സാഹചര്യം വരുമ്പം ആമ എന്ത് ചെയ്യും? തൻ്റെ കൈകളും കാലുകളും തലയും ഉള്ളിലേക്ക് വലിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജീവി ഏതാ? ആമയാണ്. എന്താ ജീവിക്കാൻ കാര്യം? വേണ്ടാത്ത ഇതിലേക്ക് പോവില്ല, വേണ്ടാത്ത ഒരു കാര്യം പോയി പിടിക്കില്ല.
വേണ്ടാത്ത ഒരു കാര്യം കാണാൻ തല പുറത്തേക്ക് ഇടില്ല. അതുകൊണ്ട് ആമയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കാം. നമ്മളോ നേരെ തിരിച്ച, കാണാൻ താല്പര്യം, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാണാൻ എന്തൊരു ഉത്സാഹം നോക്കൂ, ആവശ്യമില്ലാത്ത കേൾക്കാൻ നോക്കൂ. നമ്മളൊക്കെ സ്വാഭാവികമല്ലേ? ഏതെങ്കിലും ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കഥ ഒരു 15 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, 15 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലും പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, ആരാ ശരിക്കും തട്ടിക്കൊണ്ട് പോയത്, അവരെത്ര പേരുണ്ടായിരുന്നു, എന്തായിരുന്നു വണ്ടി, കാറാന്നാ ഞാൻ കേട്ടത്, കാർ ഇനിയായിരുന്നോ, എന്താ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ട് കാര്യം, തട്ടിക്കൊണ്ടുപോയത് കാറാണോ ജീപ്പാണോ ലോറിയാണോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാലും അത് കേൾക്കാനും അത് കാണാനും നോക്കൂ. ഇനി ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ അടുത്ത് എവിടെങ്കിലും നടന്ന ഒരു സംഭവം, ഒരു മോശമായിട്ടുള്ള സംഭവം, ഒരു മോഷണത്തിൻ്റെ വിഷയം, പിറ്റേന്ന് രാവിലെ പത്രം വന്നാൽ നമ്മൾ വേഗം പേജ് മറിച്ചിട്ട് അതുണ്ടോ എന്ന് നോക്കില്ലേ? അതിൻ്റെ എല്ലാ വിഷയവും നമുക്കറിയാലോ. നമ്മളെ നാട്ടിൽ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്, അതിനെക്കുറിച്ച് എല്ലാ വിഷയവും നമുക്കറിയാം. എന്നാൽ പോലും ഇതിലെന്താ പറഞ്ഞത് നോക്കാൻ വേണ്ടിയുള്ള കൗതുകം, എന്തൊരു തിരക്കാന്നറിയോ. അപ്പം ഇത് വലിയൊരു വിഷയമാണ്. ആവശ്യമില്ലാത്തത് കേൾക്കാനും ആവശ്യമില്ലാത്തത് കാണാനും ശ്രമിക്കും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാതെ, ആമയ്ക്കൊരു സൗകര്യമുണ്ട്, നല്ലൊരു തോടുണ്ട് പുറത്തെ, നമുക്കങ്ങനെ വല്ല പുറത്തോടുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് ഒതുങ്ങിയിരിക്കണം. മനസ്സുകൊണ്ട് ഒതുങ്ങിയിരുന്നാൽ നോക്കൂ, മനസ്സാദ്യം പോയിട്ടാണ് കണ്ണ് പിന്നാലെ പോകുന്നത്, ആണോ അല്ലേ? മനസ്സ് ആദ്യം പോയിട്ടാണ് കണ്ണ് പോകുന്നത്. മനസ്സാദ്യം പോകുമ്പോഴാണ് ചെവി പോകുന്നത് പിന്നാലെ, മനസ്സാദ്യം പോകുമ്പോഴാണ് കൈ പോകുന്നത് പിന്നാലെ. അപ്പം മനസ്സുകൊണ്ട് ഒതുങ്ങിയിരുന്നാൽ ഒരു ഇന്ദ്രിയവും പുറത്തേക്ക് പോകില്ല. ലോകത്ത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എപ്പോഴാ? ഉറങ്ങിക്കിടക്കുമ്പോഴാണ്, അല്ലേ? അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ഏതൊരാളും എന്താ പറയാ, ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നാ പറയാ എല്ലാവരും. അപ്പൊ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എവിടുന്ന് കിട്ടി ഈ സുഖം? കൈകൊണ്ട് വല്ലതും പോയി പിടിച്ചോ? കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടോ? ചെവി കൊണ്ട് എന്തെങ്കിലും കേട്ടോ? എന്തെങ്കിലും രുചിച്ചോ? എന്തെങ്കിലും മണത്തോ? എല്ലാ ഇന്ദ്രിയങ്ങളും തന്നിലേക്ക് ഒതുങ്ങി അടങ്ങി ഇരിക്കുമ്പോൾ എന്തൊരു സുഖം ചിന്തിക്കും. ഉണർന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ണ് അങ്ങോട്ട് പോയി, ചെവി ഇങ്ങോട്ട് പോയി, ഇത് പിടിക്കാൻ പോയി, മറ്റേത് കടിക്കാൻ പോയി, പ്രശ്നമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം തന്നിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഏറ്റവും സുഖം എങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ എന്തൊരു സന്തോഷമായിട്ടിരിക്കാം. അനാവശ്യമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കും ഒരു കാരണവശാലും പോകരുത്. അനാവശ്യവും ആവശ്യവും എങ്ങനെ തിരിച്ചറിയാം? അതിനാണ് വിവേകം. ആ വിവേകം ഉപയോഗിച്ച് ആവശ്യമില്ലെന്ന് കണ്ടാൽ ആ ഭാഗത്തേക്ക് 10,000 പോകുന്നുണ്ടെങ്കിലും പോകരുത്. നല്ലതാണെന്ന് കണ്ടാലോ ഒരു മനുഷ്യൻ പോലും ഇല്ലെങ്കിലും അവിടേക്ക് തന്നെ ശക്തമായിട്ട് നടന്ന് അവിടെ മുമ്പ് പോയിരുന്നിട്ട് അത് കാണണം, അത് കേൾക്കണം, ചിന്തിക്കാം. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത് ആമയെ ഒരിക്കലും മറന്നു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചിന്തിക്കും. അതിഭീകരമായിട്ടുള്ള ആക്രമണം ചെയ്ത് 12 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തി കളഞ്ഞ ഒരു കാപാലികൻ, ഒരു സ്ത്രീ പീഡകൻ, അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എത്ര പേരാ കാണാൻ, അല്ലേ? പത്രത്തിൽ കാണുന്നില്ലേ, TV കാണുന്നില്ലേ, എത്ര പേരാ കാത്തു നിൽക്കുന്നത് കാണാൻ. ഒരു പ്രാവശ്യം കണ്ട മോക്ഷം കിട്ടിയില്ലേ ഈ മഹാഭാവിയെ? ശരിക്കും എന്താ വേണ്ടത്? ഭഗവാനെ ഒരിക്കൽ പോലും ഈ മഹാഭാവി മുന്നിൽ വരരുതേ എന്ന് വിചാരിക്കണം. അതിന് പകരം കാത്തു നിൽക്കുകയാണ്. ഇതുപോലെ നോട്ടീസ് അടിക്കണോ? ഇതുപോലെ കസേര ചെയ്യണോ? ഇതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണോ? ഒന്നും വേണ്ട. അത് ആൾക്കാർ അറിഞ്ഞ് വന്ന് കണ്ടുപോയിക്കോളും. ഈ തോട്ടണ ഭാഗത്ത് ഗ്യാസ് ടാങ്കർ പൊട്ടി ഓർമ്മയുണ്ടോ? കുറച്ച് മുമ്പേ എത്ര പേരാ വന്ന് കാണുന്നത്? കത്തിക്കൊണ്ടിരിക്കുന്ന വീട് കാണാൻ എവിടെ നോക്കി ആൾക്കാർ വന്നെന്നറിയോ? അതുപോലെ 10-50 പേര് ഇവിടെ വന്ന് സപ്താഹം വെക്കാൻ പറ്റുമോ? അതിന് നോട്ടീസ് അടിക്കണം, ഫ്ലക്സ് അടിക്കണം, ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം ഇല്ലെങ്കിൽ എത്ര പേര് സപ്താഹം കേൾക്കാൻ വരും? നിങ്ങൾ ഉത്തരം മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയണ്ട. ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാതെ ഇരിക്കുക, എത്ര പേര് ഭാഗവതം കേൾക്കാൻ വരും? മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയണമെന്നില്ല, ആരും കേൾക്കണ്ട. ചിന്തിച്ചു നോക്കൂ, ഇതല്ലേ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് കരുതി നമ്മുടെ മനസ്സിന് സ്വതേ ഇഷ്ടം നല്ലതല്ല, മോശമായിട്ടുള്ള വിഷയമാണ്. ഒരു പാടത്തിലേക്ക് പോയി നോക്കൂ, ഒരു വയലിലേക്ക് പോയാൽ ആ വയലിൽ വേനൽക്കാലത്ത് കൃഷി എടുക്കാറില്ലേ? വേനൽക്കാലത്ത് മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെള്ളരി നടാൻ പോവാണ്. 50 വിത്ത് നട്ടു, 50ഉം ഒരുപോലെ മുളയ്ക്കോ? ഇനി അഥവാ മുളച്ചാൽ 50നും ഒരുപോലെ കൂടുമോ? കായ് ഉണ്ടാവുമോ?
50 നട്ടാൽ ഒരു 25 മുളച്ച ഭാഗ്യം, ഒരു 10 പൂട്ട ഭാഗ്യം, അവസാനമാകുമ്പോഴത്തേക്ക് ഒരു 10-12 വെള്ളരി കിട്ടിയ സന്തോഷം. അത്രയേ ഉള്ളൂ. കുറഞ്ഞു വരികയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പാടത്ത് ഈ കളകൾ എന്ന് പറയുന്ന അനാവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ചെടികൾ ഉണ്ടാവാൻ ആരെങ്കിലും വിത്തിറക്കണോ, മണ്ണൊരുക്കണോ, നനയ്ക്കണോ, വളം ചേർക്കണോ? ഒന്നും വേണ്ട. അത് സ്വാഭാവികമായിട്ട് മുളച്ചു പോകുകയാണ്. അതൊക്കെ നശിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ മനസ്സിൻ്റെ പാദത്ത് ഉണ്ടാവുന്നത്, മുളച്ചു പോകുന്നത് എന്തായാലും നശിപ്പിക്കാൻ ശ്രമിക്കണം. നന്മ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അതെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ഇതാണ് കൂർമ്മം. ഒരിക്കലും മറക്കരുത്. പറയൂ, യഥാ സംഹരതേ ചായം കൂർമ്മോങ്കാനീവ സർവശഃ. ഒരിക്കലും മറക്കരുത്, ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇനി അടുത്തത് കിംപുരുഷ വർഷം. അവിടെ ഹനുമാൻ സ്വാമി 19 ഹനുമാൻ സ്വാമി നിരന്തരമായിട്ട് രാമചന്ദ്ര പ്രഭുവിനെ, ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് രാമായണം പറയാനുണ്ട്, ആ സമയത്ത് പറയാം. നാളെ ഉച്ചയ്ക്ക് രാമായണം കേൾക്കാം. അടുത്തത് ഭാരതഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് പറയാൻ. എന്താ ഭാരതത്തിന്റെ മഹത്വം? നാം ജീവിക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ? ഇല്ല. അമേരിക്കയാണോ നല്ലത്, ഇന്ത്യയാണോ നല്ലത്? ജപ്പാനാണോ നല്ലത്, ഇന്ത്യയാണോ? കള്ളത്തരം പറയണ്ട കേട്ടോ, മനസ്സിൽ ശരിക്കും തോന്നി പറഞ്ഞ അമ്പലത്തിലിരുന്ന് കള്ളത്തരം പറയാൻ കണ്ണു പൊട്ടിപ്പോകും. സത്യമേ പറയാവൂ, തോന്നിയതേ പറയാവൂ. വെറുതെ തൽക്കാലം ആവേശം കൊണ്ടൊന്നും പറയണ്ട. നോക്കൂ, നമ്മൾ ഒരു രാജ്യവും മോശമാണെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാം നല്ലത്, എല്ലാ നാട്ടിലും നന്മകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം. അതിനെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാവണം. അതിനുവേണ്ടി പറയാൻ എന്തൊക്കെയാ ഭാരതത്തിൻ്റെ മഹത്വം? എന്തൊക്കെയാ മഹത്വം? ചിന്തിക്കൂ. ഇത്രയധികം മതങ്ങളുള്ള രാജ്യം വേറെ ഉണ്ടോ? ഇത്രയധികം ഭാഷകളുള്ള രാജ്യം വേറെ ഉണ്ടോ? നോക്കൂ, തമിഴ്നാട്ടിലുള്ള ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുവരാം, ഹിമാചൽ പ്രദേശിലുള്ള ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഭാഷ വ്യത്യാസമാണ്, വേഷം വ്യത്യാസമാണ്, ആചാരങ്ങൾ വ്യത്യാസമാണ്, ഭക്ഷണം വ്യത്യാസമാണ്, സകലം വ്യത്യാസമാണ്. പക്ഷെ എങ്കിലും അവിടെ ഉണ്ട് രാമായണം, ഇവിടെ ഉണ്ട് രാമായണം. അവിടെ ഉണ്ട് മഹാഭാരതം, ഇവിടെ ഉണ്ട് മഹാഭാരതം. നോക്കൂ, ഇതാണ് വ്യത്യാസം. ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായ സംസ്കാരം